ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ, അങ്ങൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 5-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്തി അത്ര സംശയം. മലയാളം 3-ാമത്തേൻ്റെയും 4-ാമത്തേൻ്റെയും മലയാളം വായിച്ചില്ലായിരുന്നു, അതും കൂടെ വായിച്ചു തരാം. 3-ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാളം. ശാശ്വതം സത്യമീ ബ്രഹ്മമധ്യാത്മം തൽ സ്വഭാവമാം, ജീവജാലം വളർത്തുന്ന ത്യാഗം താൻ കർമ്മമായതും. 4-ാമത്തെ ശ്ലോകം. അധിഭൂതം ക്ഷയിത്വം താൻ അധിദൈവം തു ചേതന, ദേഹത്തിൽ വാഴുമീ ഞാൻ താൻ അധിയജ്ഞമുരപ്പതും. ഇനി ഈ പദ്യത്തിൻ്റെ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാളമാണ്. അന്ത്യകാലത്തിൽ എന്നെ താൻ ചിന്തിച്ചു മൃതിയേൽക്കുകിൽ, എൻ ഭാവമണഞ്ഞിടും എന്നതിൽ ശങ്കയില്ലേ. യഹ അന്ധകാലേച്ച ആരാണോ മരണസമയത്തും, മാം ഏവ സ്മരൻ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട്, കളേബരം മുക്ത്വ പ്രയാതി ദേഹം വിട്ടുപോകുന്നത്, സഹ മദ്ഭാവം യാതി അവൻ എൻ്റെ അവസ്ഥയെ തന്നെ പ്രാപിക്കുന്നു, എന്നിൽ ലയിക്കുന്നു. അത്ര സംശയ നാസ്തി ഇതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ്റെ കുറച്ച് സംശയങ്ങളായിരുന്നു. അതിൽ കുറേ ഭാഗം ഭഗവാൻ 3-ാമത്തെയും 4-ാമത്തെയും ശ്ലോകങ്ങളിൽ തീർത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അധ്യാത്മം, കർമ്മം, അധിഭൂതം, അധിദൈവം, അധിയജ്ഞം ഇതൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. പിന്നീട് ഒരു ചോദ്യം കൂടെ ചോദിച്ചായിരുന്നു. പ്രയാണകാലേ നിയതാത്മഭിഹി കഥം ജ്ഞേയഃ അസി, മരണസമയത്ത് യോഗികൾ അങ്ങയെ എങ്ങനെ അറിയുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് ഉള്ള വിവരണമാണ് ഇവിടെ കൊടുക്കുന്നത്. ആരാണോ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട്, മരണസമയത്ത് പോലും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ദേഹം വിട്ടു പോകുന്നത്, അവർ എന്നിൽ തന്നെ ലയിക്കുന്നു. ഇതിന് യാതൊരു സംശയവും ഇല്ല. അപ്പം നമ്മുടെ ശരീരത്തിലിരുന്നാണ് ജീവൻ അതിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു ശരീരം എത്രത്തോളം കാലം ഇങ്ങനെ അഭിമാനത്തോടു കൂടി ഞാൻ എൻ്റേത് എന്നുള്ള അഭിമാനമാണ് നമുക്ക് എല്ലാ ആൾക്കാർക്കും എല്ലാ സമയത്തും അങ്ങനെ അഭിമാനിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ജീവനും അതിൽ ജീവനാണ് അഭിമാനിക്കുന്നത്. ഞാൻ 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 എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ ഉള്ള ഇരുന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ജീവനാണ് ഈ അഭിമാനം മുഴുവനും കിട്ടുന്നത്, അല്ലെങ്കിൽ നടത്തി തരുന്നത്. കുറേ കാലം കഴിയുമ്പോഴേക്കും, കുറേ അങ്ങനെ ജീവിച്ച് കഴിയുമ്പം അങ്ങനെ ഞാൻ എൻ്റെ എന്നുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ എന്നുള്ളതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആ ശരീരം ഉപേക്ഷിക്കുന്നത്, ജീവൻ ആ ശരീരം ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ആ ശരീരം വെടിയുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലെ ചിന്തകൾ, പല ചിന്തകളുണ്ടാവാം, ധാരാളം ആഗ്രഹങ്ങളുണ്ടാവാം, പൂർത്തീകരിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളുണ്ടാവാം, എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. സംശയമൊന്നുമില്ല, നമ്മുടെ ബന്ധുക്കളെ പറ്റിയിട്ട്, നമ്മുടെ അച്ഛനമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട്, അല്ലെങ്കിൽ മക്കൾ, പേരമക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ, അതിനെ കൂടുതൽ നന്നാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത, അങ്ങനെ ജോലിക്കാര്യം, അങ്ങനെ പല കാര്യങ്ങളും ആയിരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ എന്നും തന്നെ. നേരത്തെ പറഞ്ഞു, ഒരു നിമിഷം പോലും നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചിന്തകൾ കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു ജന്മത്തിൽ തന്നെ അതിൻ്റെ ഫലങ്ങൾ മുഴുവനായിട്ട് അനുഭവിക്കാൻ പറ്റാതെ വരുന്നത്. അടുത്ത ജന്മത്തിലേക്കും കൂടെ അതിങ്ങനെ പോകുന്നത്. ഇനി അടുത്ത ജന്മത്തിലെത്തിയാൽ അത് തീരുമോ? ഇല്ല. അവിടെയും നമ്മൾ ഇങ്ങനെ ഓരോ നിമിഷവും ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മരണസമയത്ത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതിനെ തന്നെ പ്രാപിക്കുകയാണ് ചെയ്യണത്. ഇവിടെ എന്താണ് പറയുന്നത്? ആരാണോ എന്നെ തന്നെ ചിന്തിക്കുന്നത്, ഭഗവാനെ പറ്റി ആരാണോ ചിന്തിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ
ആ ഭഗവാനെ പറ്റി ചിന്തിക്കുന്ന ആൾ എന്നെ തന്നെ പ്രാപിക്കുന്നു, അതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക? എപ്പോഴും നമ്മൾ ആത്മസാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് എപ്പോഴോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനാണ് ധ്യാനം, യോഗം പരിശീലിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഈശ്വരസ്മരണ വേണം. നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മനസ്സിൽ ഭഗവാനെ എപ്പോഴും ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെ മനസ്സിൽ ഭഗവാനെപ്പറ്റി മാത്രം സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ മരണസമയത്ത് ചെലവഴിക്കുന്നതെങ്കിൽ സംശയമൊന്നുമില്ല, അതവർ എന്നെ തന്നെ പ്രാപിക്കും. നമ്മുടെ അന്ത്യസമയത്തെ ഒരു ചിന്തയാണത്രേ നമ്മളുടെ മരണാനന്തര സ്ഥിതി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരാൾ എപ്പോഴും അഹങ്കാരിയായിട്ടും സ്വാർത്ഥിയായിട്ടും വിഷയലോലുപനൊക്കെ ആയിട്ടാണ് കഴിയുന്നതെങ്കിൽ ചീത്ത ചിന്തകളായിരിക്കും മരിക്കുമ്പോഴും അയാൾക്ക് വരുന്നത്. അതാണ് അയാളുടെ സമ്പാദ്യം. അപ്പോൾ അതിനനുസരിച്ച് തന്നെയായിരിക്കും മരണസമയത്തും അയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും സംഭവിക്കുക? അതൊരു ഹീനയോനിയിലായിരിക്കും അടുത്ത ജന്മത്തിൽ അയാൾ ജനിക്കുന്നത്. അത് കാരണം അയാളുടെ ചിന്ത മരണസമയത്തും അതുതന്നെ ആയിരുന്നു. അശുഭമായിട്ടുള്ള ചിന്തകളായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു വിവേകമുള്ള ഒരാളാണെങ്കിൽ നമ്മളുടെ അത്യാവശ്യത്തിനുള്ള നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് യാതൊരു രക്ഷയില്ല. കർമ്മം ചെയ്യാതിരിക്കരുതെന്ന് നമ്മൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള സംസ്കാരം വളർത്തിയെടുക്കുക. ഭഗവാനിൽ ലയിച്ച് അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയാണ് ഞാൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഓരോ കർമ്മം കഴിഞ്ഞാൽ അവർ മരിക്കുന്ന സമയത്ത് ഈ അശുഭചിന്തകളിൽ നിന്നൊക്കെ മോചനം നേടി എന്തായിരിക്കും? ശുഭചിന്തകളായിരിക്കും അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ശുഭചിന്തകളാണ് വരുന്നതെങ്കിലേക്കും അശുഭസങ്കല്പങ്ങളാണെങ്കിൽ മരണാനന്തരം ജീവൻ അധോഗതിയാണ്. ശുഭസങ്കല്പങ്ങളാണെങ്കിലോ ഊർധ്വഗതിയാണ് സംഭവിക്കുന്നത്. ഇത് ഭഗവാൻ അവിടെ പ്രഖ്യാപിക്കുക തന്നെയാണ്. മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് ദേഹം വെടിയുന്ന ഒരു യോഗി പരമാത്മാവിൽ തന്നെ ലയിക്കുന്നു. അതാണ് ജീവിതയാത്രയുടെ അന്ത്യം. അവിടെ എന്താണ്? പുനർജന്മം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിന് ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണോ, വല്ല അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടെ വിവരിക്കുകയാണ് 6-ാമത്തെ ശ്ലോകത്തിൽ. ഇനി 6-ാമത്തെ ശ്ലോകം: യം യം വാഭിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തം ഏവ ഇതി തം തമേവ ഇതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. മലയാളം: അതിനാൽ ഏതു കാലത്തും എന്നെ തന്നെ നനയ്ക്കുകിൽ മനോബുദ്ധികൾ അർപ്പിച്ചിട്ടെന്നെ തന്നെ അണഞ്ഞിടും. കൗന്ദേയ, അന്ത്യേ അർജുന, അവസാന കാലത്ത് അല്ലെങ്കിൽ മരണവേളയിലെ യം യം വാ അഭിഭാവം സ്മരൻ, ഏതു ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ കളേബരം ത്യജതി, ദേഹം വിടുന്നത്, അപ്പോഴും അതിനെക്കുറിച്ചുള്ള ഭാവന പ്രാപിക്കുന്നു. നേരത്തെ പറഞ്ഞ ശ്ലോകം ഒന്നും കൂടെ വിവരിക്കുകയാണ്. മരണസമയത്ത് ജീവൻ എന്തിനെ ഓർത്തുകൊണ്ടാണോ ദേഹത്തെ വെടിയുന്നത്, ജീവൻ ദേഹത്തിൽ നിന്ന് വേർപെടുകയാണല്ലോ മരണസമയത്ത്. അപ്പോൾ എന്താണ് ആ സമയത്ത് നമ്മൾ ജീവൻ എന്ന് പറയുന്ന ജീവനുള്ള നാം എന്തിനെപ്പറ്റിയാണോ ചിന്തിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത് അത് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും അയാളുടെ പുനർജന്മവും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകിച്ചൊരു വിശദീകരണത്തിൻ്റെ പ്രവൃത്തികൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വർത്തമാനകാലത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് ഭൂതകാലത്തിലെ പ്രവൃത്തികൾക്കനുസരിച്ചും ചിന്തകൾക്കനുസരിച്ചുമായിരിക്കും. കാരണം നമ്മൾ ഓരോ ജന്മത്തിൽ നിന്ന് ഓരോ ജന്മത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വാസനകൾ, ആ ജന്മവാസനകളായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തിനെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നതെന്ന് ഭൂതകാലത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും. അപ്പം നമുക്ക് നമ്മളുടെ മരണകാലത്ത് ദേഹത്തോട് അഭിമാനം കൊണ്ടാണ് നമ്മൾ ഞാൻ എൻ്റെ ബന്ധുക്കൾ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാണല്ലോ നമ്മളെപ്പോഴും ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യണം. മറ്റുള്ളവർക്ക് എന്നെപ്പോലെയല്ല അവർ എന്ന തോന്നൽ നമുക്കുണ്ടാവുകയാണ്. അപ്പോൾ മരണം എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഞാൻ മറ്റുള്ളവരെക്കാളിലൊക്കെ എന്തോ ആണ് എന്ന ഒരു അഭിമാനം, അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം നമ്മുടെ മനസ്സിൽ വരികയാണ്. അവിടെ ആത്മചിന്ത കുറയും.
നമുക്ക് ആത്മചിന്ത വരണമെങ്കിൽ നമ്മളോടൊരാൾ നിങ്ങൾ നാളെ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാലല്ല ആത്മചിന്ത വരേണ്ടത്. നമ്മൾ പരീക്ഷത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 7 ദിവസം കൊണ്ട് പാമ്പ് കടിച്ച് മരിക്കും എന്നുള്ളത് കേട്ടപ്പം 7 ദിവസം കൊണ്ടാണ് ഭാഗവതം മുഴുവനും മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു. ഭഗവാനിൽ തന്നെ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ കഥയിൽ നിന്ന് അതാണ് എടുക്കേണ്ട തത്വം. എപ്പോഴും നമുക്ക് ഭഗവത് സ്മരണ ഉണ്ടാവണം. ഒരു അസുഖം വന്നു, ഡോക്ടർ പറയുന്നു നിങ്ങളിനി 1 മാസം വരെ ജീവിച്ചിരിക്കുമോ സംശയമാണ്, ചിലപ്പോൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ശരി, നന്നോട്ടം അങ്ങോട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. 24 മണിക്കൂറും കിടന്ന ഉറക്കം പോലും വേണ്ട, ഊണ് വേണ്ട, ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട, ഭഗവാനെ തന്നെ സ്മരിക്കുക. അതിൽ കാര്യമില്ല എന്ന് പറയുന്നില്ല, കാര്യമുണ്ട്. പക്ഷേ അതല്ല ആവശ്യം. അതിൽ നിന്ന് 7 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്രയും കുറച്ച് അറിവ് അല്ലെങ്കിൽ കുറച്ച് മാത്രമേ നമുക്ക് ഭഗവാനെ ഭജിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേ സമയത്ത് നമ്മൾക്ക് ജന്മനാ തന്നെ ജനിച്ച് നമുക്കൊരറിവ് വയ്ക്കുന്ന പ്രായം മുതൽക്ക് അറിവ് വയ്ക്കുന്നവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അമ്പലങ്ങളിൽ കൊണ്ടുപോയി തൊഴിയിക്കും, അല്ലെങ്കിൽ മറ്റുള്ള പൂജകളിലൊക്കെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തോളും. അത് അവരുടെ കർത്തവ്യം, അവരുടെ കടമ, അവരത് നിറവേറ്റും, ഭംഗിയായി നിറവേറ്റും. അത് കഴിഞ്ഞ് നമുക്ക് അറിവ് വെച്ച് തുടങ്ങുന്നപ്പോൾ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അമ്പലത്തിൽ പോകണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒന്നുമല്ല പറയുന്നത്. എന്താണ് പറയുന്നത്? നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നത് ശരിയാണോ? എന്നിൽ തന്നെ ഭഗവാനുണ്ടല്ലോ, എന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്നോട് തന്നെ ചോദിക്കുക, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? അപ്പം നമ്മൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭഗവാനോട് ചോദിക്കുന്നതിന് തുല്യമായി കഴിഞ്ഞു. അവിടെ വേറൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒരാളുടെ സമ്മതം കിട്ടേണ്ട ആവശ്യമില്ല. ആരുടെ സമ്മതമാണ് കിട്ടുന്നത്? എൻ്റെ മനസ്സിൻ്റെ, നമ്മൾ മനസ്സെന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ളിലിരിക്കുന്ന പരമാത്മാവിൻ്റെ സമ്മതമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി മുതൽക്ക് ഞാൻ ഇത്ര ദിവസം കൊണ്ട് മരിക്കും എന്നുള്ളതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഭഗവത് സ്മരണ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഭക്തി ദൃഢമാവാൻ നമുക്ക് സാധിക്കില്ല, ആക്കാനായിട്ട് സാധിക്കില്ല. ആദ്യം മുതൽക്കേ ഭഗവത് സ്മരണ ഉണ്ടെങ്കിൽ നമ്മൾ ആ പാതയിലൂടെ മാത്രമേ നീങ്ങുള്ളൂ. ഏത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് മാത്രമേ ചെയ്യുള്ളൂ. അപ്പം നമുക്കെന്താണ്, മറ്റുള്ളവരോട് യാതൊരു പകയോ ദേഷ്യമോ വിദ്വേഷമോ അല്ലെങ്കിൽ മറ്റു വികാരങ്ങളൊന്നും തന്നെ, അസൂയ ഒന്നും തന്നെ തോന്നില്ല. കാരണം ഞാനും അവരെ പോലെ തന്നെയാണ്, അവരെന്നെ പോലെയാണ്, ഞാൻ അവരെ പോലെയാണ്. അടുത്ത നിമിഷം നമുക്ക് എന്ത് വരാം? നമ്മുടെ ഷീട്ട് കീറുക എന്ന് പറയില്ലേ നമ്മൾ തമാശയ്ക്ക്, അതുപോലെ മരണം ഏത് നിമിഷവും ഏത് മനുഷ്യൻ്റെയും അടുത്തുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മളെ കയറി പിടിക്കാം. ആ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോവില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി വെറുതെ അവരെ പറ്റിയിട്ടുള്ള ദൂഷിച്ച കാര്യങ്ങൾ പറഞ്ഞ് നടക്കില്ല. അവരോട് വെറുപ്പ് തോന്നില്ല, വിദ്വേഷം തോന്നില്ല. കാരണം എന്താണ്? ഭഗവാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഉറപ്പാണ് ഭഗവാനുണ്ട്. ഞാൻ ആരെ മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ? ഭഗവാനെ മാത്രമേ പേടിക്കേണ്ട ആവശ്യം ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുപ്പം മുതൽക്കേ അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് മുഴുവനും ഭഗവത് സ്മരണ ഉണ്ടായിക്കഴിഞ്ഞാൽ മരണസമയത്തും നമ്മുടെ ചിന്ത എന്തിനെപ്പറ്റി മാത്രമായിരിക്കും? ഭഗവാനെ പറ്റി മാത്രമായിരിക്കും. നമ്മൾ അമ്പലത്തിലാണെങ്കിലും മറ്റേത് പൂജാസ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്? നമുക്കത് തരണേ ഇത് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ വ്യർത്ഥമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നും എനിക്ക് ഭഗവാനെ സ്മരിക്കാൻ പറ്റണേ, ഭഗവത് സ്മരണ എനിക്ക് എന്നും കിട്ടണേ, അല്ലെങ്കിൽ അതിനായിട്ട് നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഏകാഗ്രത മനസ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. ആ സ്ഥലത്ത് ആ അന്തരീക്ഷത്തിൽ ആ ഭഗവത് രൂപത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റു ചിന്തകൾ കുറഞ്ഞ് ഭഗവാന്റെ രൂപത്തിലേക്ക് നോക്കി ഭഗവാനെ പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിന് ഏകാഗ്രത, ഭഗവാനെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ഏകാഗ്രത കിട്ടും. അപ്പോൾ ആ രൂപത്തോട് അല്ലെങ്കിൽ ആ ഏകാഗ്രത കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഭഗവാനെ കുറച്ച് നേരമെങ്കിലും മറ്റൊന്നും ചിന്തിക്കാതെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അതിനാണ് ഭഗവത് രൂപം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ഭഗവാനിൽ ഒരു സ്മരണ ഉണ്ടാവുക. അങ്ങനെ മാത്രം ചെയ്തു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്തും എന്തായിരിക്കും? നിങ്ങൾ അല്ലെങ്കിൽ അർജുനനോട് പറയുന്നത് ഭഗവത് സ്മരണ മാത്രമേ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ.
അപ്പോൾ എന്താണ് പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നിൽ തന്നെ അല്ലേ. അപ്പോൾ മരിക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ പരമാത്മാവിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ പരമാത്മാവിൽ തന്നെ ലയിക്കുള്ളൂ. അതിന് വേറൊരു വിശദീകരണം ആവശ്യമില്ല. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. എവിടേക്കാണ് പോകണത് അറിയില്ല. എന്താണ് ബാഗൊക്കെ പാക്ക് ചെയ്തു ഇങ്ങോട്ട് പോവുക തന്നെ. എവിടേക്കാണെന്നൊരു യാതൊരു ലക്ഷ്യമില്ലാണ്ട് ആരും പോവാറില്ല. അപ്പോൾ പുറപ്പെട്ട് ബസ് കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കുമ്പോഴാണോ നമ്മൾ നിശ്ചയിക്കുക എവിടേക്കാണോ പോകേണ്ടതെന്ന്? അല്ല, നമ്മൾക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവും. ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന സ്ഥലങ്ങൾ കാണണം, ഇത്ര ദിവസം എടുക്കണം, ഒരു സ്ഥലത്ത് ഇത്ര ദിവസം, ഇനി മാറി വേറൊരു സ്ഥലം കാണണമെങ്കിൽ അവിടെ ഇത്ര ദിവസം, അത് കഴിഞ്ഞ് ഇന്ന ദിവസം തിരിച്ചു വരണം വീട്ടിൽ. അങ്ങനെയുള്ളൊരു പ്ലാനിട്ട് അതിനെവിടേക്കാണ് താമസ സൗകര്യം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡായിട്ടാണ് നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നത്. ഇവിടെ കയറിയിരുന്ന് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പോട്ടെ എവിടേക്കെങ്കിലും യാത്ര പോട്ടെ എന്ന് നമ്മളാരും ചിന്തിക്കാറില്ല. അതേപോലെ തന്നെ മരണസമയത്ത് ഉള്ള ചിന്തകൾ ജീവൻ്റെ അനന്തരഗതി, എവിടെയാണ് ഇനി എങ്ങോട്ടാണ് ജീവൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി എങ്ങോട്ടാണ് യാത്ര എന്ന് നിശ്ചയിക്കുന്നു. അപ്പോൾ ദേഹം വെടിയുമ്പോൾ ആ വഴിക്ക് തന്നെ പ്ലാൻഡാണ്, ആ വഴിക്ക് തന്നെ നീങ്ങും. കാരണം എവിടെ നിന്നാണ് പ്ലാനിങ് കിട്ടിയത്? നമ്മുടെ മരണസമയത്തെ ചിന്തയിൽ നിന്നാണ് ആ പ്ലാനിങ് കിട്ടിയത്. അതിനാൽ ഇനി വീണ്ടും 7ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും തുടരുന്നു. അടുത്ത ദിവസം നമുക്ക് 7ാമത്തെ ശ്ലോകം കേൾക്കാം. ഓക്കെ. അസ്മിൻ പരാത്മനനുപാത്മകൽപേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണു.